കടക്കിണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ പേരിലാണ് യാത്ര. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. പ്രജിത്ത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സ്. അതിന് കോടികളാണ് പൊടിച്ചത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിൽ വന്ന് പരാതി പറഞ്ഞവരുടെ പ്രശ്നങ്ങൾക്ക് ഒന്നും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്? അനിൽ, നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിരുന്ന വിവാദങ്ങൾ, അതിന് ചെലവഴിച്ച കോടികൾ, ഇതിൻ്റെ എല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സർക്കാർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും സമാനമായ രീതിയിലുള്ളൊരു പരിപാടിയുമായി വീണ്ടും മുഖ്യമന്ത്രി രംഗത്ത് വരികയാണ് എന്നുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിപുലമായൊരു ആഘോഷ പരിപാടി. അത് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി അവിടെ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടി സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനും കോടികൾ ചെലവ് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുന്നോട്ട് പോകുന്നു. പദ്ധതി വിഹിതമടക്കം 50% വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സർക്കാർ, കടമെടുത്ത് മുടിയുന്ന കേരളം എന്നൊക്കെ നമ്മൾ പലവട്ടം ഇത് സംബന്ധിച്ച നിരവധി വാർത്തകളൊക്കെ നൽകിയതാണ്. എന്നിട്ടും പുതിയൊരു കേരളം കറങ്ങലുമായി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള വിവിധ പരിപാടികളാണ് സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ കൂടിയാണ്. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിവിധ പദ്ധതികളുടെ അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച ഗുണഭോക്താക്കളുടെയും ഒപ്പം വീണ്ടും പ്രമുഖ വ്യക്തികളുടെയും യോഗം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മന്ത്രിസഭയുടെ അറിയിപ്പായി വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഈ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിഹാസങ്ങൾ സർക്കാർ ഏറ്റുവാങ്ങിയതാണ്. പ്രത്യേകിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടാകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ചയിൽ വന്നു. അന്നൊന്നും അത് സംബന്ധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് അന്ന് സ്വീകരിച്ച പരാതികളിൽ പലതും പിന്നീട് നടപടികളാകാതെ പോയിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോഴാണ് വീണ്ടും ഈ യാത്ര വരുന്നത്. ഈ യാത്രയിലെ കൂടുതൽ വിശദാംശങ്ങൾ പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സ് വലിയ വിജയമാണെന്ന് അവകാശപ്പെടുമ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരാജയം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തതകൾ നമുക്ക് ഈ പരിപാടികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ഇതിനു പുറമെ ഈ സംസ്ഥാന തലത്തിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് മെയ് 3 മുതൽ മെയ് 18 വരെ വിവിധ ജില്ലകളിലായി യുവജനക്ഷേമം, വനിതാ വികസനം, സാംസ്കാരിക വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരവധി ചർച്ചകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള സർക്കാരിൻ്റെ ജില്ലാതല പ്രദർശന വിപണന മേളകളുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ, വികസന കാഴ്ചപ്പാടുകൾ എന്നിവയൊക്കെ അവതരിപ്പിക്കുന്നതാണ് ഇത്തരം പരിപാടികൾ എന്നുള്ളതാണ്. ഇതിന് പുറമെ മറ്റ് വകുപ്പുകളുടെ നിരവധി പരിപാടികൾ, ഒപ്പം ചർച്ചകൾ, കായിക മത്സരങ്ങളൊക്കെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടികളെല്ലാം ജില്ലാതലത്തിൽ സംഘാടക സമിതികൾ, അതായത് ജില്ലാ കളക്ടർക്കും ആ ജില്ലയിലെ മന്ത്രിക്കും, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ഒക്കെ ചേർന്നുള്ള ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഇവരാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മേഖലാതല അവലോകന യോഗങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇതിൽ പറയുന്നത്. മെയ് മാസത്തിൽ 4 മേഖലകളിലായിട്ടാണ് ഈ പറയുന്ന അവലോകന യോഗം ചേരുന്നത്. ഈ അവലോകന യോഗം എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം 2023 സെപ്റ്റംബറിലൊക്കെ നടന്ന അവലോകന യോഗങ്ങളുടെ തുടർച്ചയായാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നവകേരള സദസ്സ് നടക്കുമ്പോഴും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞൊരു കാര്യം, 2020 ഈ പറയുന്ന അവലോകന യോഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരിഹാരമാകാതെ പോയ ഒരുപാട് പരാതികളൊക്കെ ഈ നവകേരള സദസ്സിൽ തീർക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നിപ്പോൾ വീണ്ടും അതേ അവലോകന യോഗങ്ങളുടെ തുടർച്ച വീണ്ടും സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും, സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് നവകേരള സദസ്സ് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും എല്ലാം ഈ ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നുള്ളത്. അതായത് ഈ അവലോകന യോഗങ്ങൾ നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം ഈ മേഖലാതല അവലോകന യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുമെന്നുള്ളതാണ്. വീണ്ടും ചുരുക്കത്തിൽ ഈ അവലോകനത്തിന് വേണ്ടിയൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും പ്രാധാന്യം ഇതിനുണ്ടോ? അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് പാർട്ടി മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി, പാർട്ടി യോഗങ്ങൾ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലും ഒരു അപ്രമാദിത്വം കിട്ടാൻ വേണ്ടി ഉള്ള യാത്ര, അത്
നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്നു എന്നല്ലേ ചുരുക്കത്തിൽ ഇതിനെ നോക്കിക്കാണേണ്ടത്. അതിനപ്പുറം എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇതിന്? അനിൽ, നവകേരള സദസ്സിന് എന്ത് പ്രസക്തി ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴായി വാർത്തകളിലൂടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കാതെ മുഖ്യമന്ത്രിയുടെ യാത്ര മാത്രമായി അത് ചുരുങ്ങി എന്നുള്ളത് കണ്ടതാണ്. ചില പറയുന്ന പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒതുങ്ങി. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നവകേരള യാത്രയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ പരാതികളോ അവരുടെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം എന്നതിനപ്പുറത്തേക്ക് വീണ്ടും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ ഫണ്ടിൽ കയറ്റി വരാനുള്ള ഒരു ശ്രമം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം കൈമാറണം എന്നുള്ളൊരു ഉത്തരവൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമായ ഒരു നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്നത് കാണേണ്ടത്. പ്രത്യേകിച്ച് സർക്കാർ ഏപ്രിലിൽ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കോടികൾ 8 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ച് സർക്കാരിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നുമൊക്കെ കണ്ടെത്തി സർക്കാരിന് നൽകണമെന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ നവകേരള സദസ്സിന് സമാനമായി മുഖ്യമന്ത്രിയുടെ യാത്ര വീണ്ടും വരുന്നത്. അപ്പോൾ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നുള്ള ഒരു കൈയിട്ടുവാരലുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ് ഇതിന്റെ സംഘാടക സമിതി എന്നുള്ളത്. പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അങ്ങനെ വീണ്ടും സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി തദ്ദേശ തലത്തിൽ അടക്കമുള്ള ഫണ്ട് സർക്കാർ കൈയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം നിലനിൽക്കുന്നത്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പായി വന്നിട്ടുള്ള കുറിപ്പിൽ ഇതിന് ഏത് രീതിയിലാണ് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് വരും ദിവസങ്ങളിൽ ഉത്തരവുകളായി തന്നെ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സ്പോൺസർഷിപ്പ് ഒക്കെ സ്വീകരിക്കുമോ, ഈ പറയുന്ന രീതിയിൽ വിവാദമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള സ്പോൺസർഷിപ്പ് തുകയൊക്കെ സ്വീകരിക്കുമോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി തുടർ വിവാദങ്ങളും ഈ ആലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, ഈ യാത്രയിലും പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പൗരപ്രമുഖർ മാത്രം മതി. കടക്കിണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.